നവകേരള സദസ്സിന്റെ മണ്ഡല പര്യടനത്തിനിടെ ശമ്പള കുടിശ്ശികയെപ്പറ്റി മന്ത്രിമാരോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ലെന്ന് തൊഴിലാളികൾ. ആലപ്പുഴ ബീച്ചിലെ 54 ശുചീകരണ തൊഴിലാളികളാണ് ഈ ക്രിസ്മസ് രാവിലും ആഘോഷങ്ങളില്ലാതെ കഴിയുന്നത്. വിധവകളും പ്രായമായവരുമടക്കമുള്ള സ്ത്രീ തൊഴിലാളികൾ പട്ടിണിയുടെ വക്കിലാണ്. ക്രിസ്മസിനും ന്യൂ ഇയറിനും പുറമെ മുല്ലക്കൽ ചിറപ്പും ബീച്ച് ഫെസ്റ്റിവലും തുമ്പോളി പെരുന്നാളും അടക്കം ആലപ്പുഴക്കാർക്ക് ആഘോഷങ്ങളുടെ മാസമാണ് ഡിസംബർ. അപ്പോഴാണ് ഈ ആഘോഷങ്ങളുടെ എല്ലാം നടുവിൽ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ കുറേ മനുഷ്യർ കഴിയുന്നത്. ആലപ്പുഴ ബീച്ച് ഇങ്ങനെ മാലിന്യരഹിതമായി കിടക്കുന്നതിന് പിന്നിൽ ഈ സ്ത്രീകളുടെ അധ്വാനമുണ്ട്. ഇവരിൽ 10 പേർ വിധവകളാണ്. പലരുടെയും കുടുംബത്തിന് ഇതാണ് ഏക വരുമാനം. പലരും 20 വർഷമായി ജോലി ചെയ്യുന്നു. പലപ്പോഴും മാസങ്ങൾ വൈകിയാണ് ശമ്പളം എത്തുന്നത്. ഇത്തവണ 3 മാസം വൈകി. ഒക്ടോബറിലെ പകുതിയും നവംബർ ഡിസംബർ അങ്ങനെ ഇപ്പം 2.5 മാസം, മൊത്തം 3 മാസം. വാടക കൊടുക്കണത് പോലും ഇപ്പം നമ്മളിത് കിട്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം 2 മാസം കൊണ്ട് മോടെ കുഞ്ഞിൻ്റെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് പോലും വേണം ഞാൻ ആ വാടക 5000 രൂപ വെച്ച് വാടക കൊടുക്കണം. അത്രയും ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. പിന്നെ നമ്മളെന്ത് പറയാനാ. കഴിഞ്ഞ 15-ന് നവകേരള സദസ്സ് ആലപ്പുഴയിൽ എത്തിയപ്പോൾ പ്രഭാത സവാരിക്കെത്തിയ മന്ത്രി MP രാജേഷ് ഇവരോട് കുശലാന്വേഷണം നടത്തിയപ്പോൾ ശമ്പള കുടിശ്ശികയെപ്പറ്റി തൊഴിലാളികൾ പരാതി പറഞ്ഞിരുന്നു. കളക്ടറോടക്കം വിവരം തിരക്കി ഇടപെടാമെന്ന് മന്ത്രി ഉറപ്പും പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലും ഉണ്ടായില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഈ ശമ്പളം ഇങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ശമ്പളം ഇല്ലെന്ന് പറഞ്ഞിട്ട് അത് 3 മാസത്തെ കുടിശ്ശിക ഉള്ളപ്പോഴാണ് 6 മാസത്തെ ഫണ്ട് വരുന്നത്. ഈ 6 മാസത്തെ ഫണ്ട് വരുമ്പോൾ 3 മാസത്തെ ഒന്നിച്ച് തന്നിട്ട് പിന്നെ 3 മാസം കൂടെ ഞങ്ങൾക്ക് തരാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. സംസ്ഥാനത്തെ എല്ലാ DTPCകളും ശുചീകരണ തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിട്ടും ആലപ്പുഴയിൽ മാത്രം ശമ്പളം കൃത്യമായി നൽകുന്നില്ലെന്നാണ് പരാതി. DTPCയുടെ ജോലിയാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്. അത് ടൂറിസം മേഖലയിൽ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നേരെ മറിച്ച് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും കൃത്യമായി സാലറി അവർ കൊടുക്കുന്നുണ്ട്. ഈ ജോലി ചെയ്യുന്ന ഞങ്ങളെ മാത്രം പിന്നെ അവഗണിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ജോലിയാണ് കൃത്യമായി ഞങ്ങൾ ചെയ്യുന്നത്. DTPCയുടെ ജോലി അവരാണ് കൈയൊഴിയുന്നത്. ഇതാണ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ബീച്ചിലാകെ പാർക്കിംഗ് ഫീസ് പിരിച്ചെടുക്കുന്നത് ഇവർക്ക് ശമ്പളം നൽകാനാണെന്നാണ് പറയുന്നത്. എന്നാൽ സർക്കാർ ഫണ്ട് കിട്ടിയാലേ വേതനം നൽകാൻ കഴിയൂ എന്നാണ് DTPCയുടെ വാദം. 2 പതിറ്റാണ്ടിൽ ജോലി ചെയ്ത ഇവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല വേതനം പോലും കൃത്യമല്ല. വളരെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് എല്ലാവരും. 450 രൂപയാണ് ഇവർക്ക് ഒരു ദിവസത്തെ വേതനം. അത് വർദ്ധിപ്പിച്ചിട്ട് 7 വർഷത്തോളമായി. ശമ്പളം കിട്ടിയില്ലെങ്കിലും ബീച്ചിലെ മുഴുവൻ മാലിന്യവും ശേഖരിച്ച് അനേകം ചാക്കുകളാക്കുന്ന ജോലിയിൽ ഇവർ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ശമ്പളം പോയിട്ട് ക്രിസ്മസിന് അല്പം മധുരം വാങ്ങാനോ ഒരു നക്ഷത്രം തൂക്കാനോ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ. പട്ടിണിയുടെ വക്കിലെന്നല്ല, പലരും പട്ടിണിയിൽ തന്നെയാണ്. MD അധീഷിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. വർഷങ്ങളായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പലപ്പോഴും മാസങ്ങൾ വൈകിയാണ് ശമ്പളം ലഭിക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഈ വരുമാനത്തിലാണ് പലരുടെയും കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിന് അടിയന്തരമായി ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. തൊഴിലാളികൾക്ക് പറയാനുള്ളത് കേൾക്കാം. ക്ലീനിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നവരൊക്കെ അല്ലേ, അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് തുച്ഛമായ ശമ്പളമാണ്. അത് കൊടുക്കാൻ ബാധ്യതയാണ്, കൊടുക്കുകയും ചെയ്യണം. തുച്ഛമായ വേതനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അവർ. അവർക്ക് ആ പൈസയെങ്കിലും കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ലായിപ്പോൾ. അതുകൊണ്ട് വളരെ മോശമായിട്ടൊരു നിലപാടാണ്. ഇത്രയും തൊഴിലാളികൾ ഇത്രയും ദിവസം ജോലി ചെയ്തിട്ടും ഇത്രയും മാസമായിട്ട് അവർക്കുള്ള തൊഴിൽ അതിനായിട്ടുള്ള ഒരു നിവൃത്തിയില്ലാത്തവരായിരിക്കും ഈ ജോലിക്ക് വരുന്നത്. അവർക്ക് ശമ്പളം കൊടുക്കേണ്ട എത്രയും നല്ലൊരു കാര്യമാണ്. അതിന് സർക്കാർ ഉടൻ തന്നെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.